Watch India's largest kids library only on Jio Hotstar. Download the app now. നഗറിലെ ഹോസ്പിറ്റലുകളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അസുഖക്കാർ കൂടുതലാണ്, ഹോസ്പിറ്റൽസിന്റെ എണ്ണം വളരെ കുറവാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല ചികിത്സ വേണമെങ്കിൽ ഇവിടെ പേഷ്യൻസിന് കമാൽപൂരിൽ തന്നെ പോണം. ഇല്ല, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പത്ലു. ഞാൻ ഈ ഫുർഫുറി നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ കെട്ടുന്നതാണ്. ഇതിനു വേണ്ടി എത്ര ചെലവായാലും കുഴപ്പമില്ല. നീ വേണേ കണ്ടു പത്ലു, ഫുർഫുറി നഗരവാസികൾ മുഴുവനും ഞാൻ ഈ ചെയ്യുന്ന നല്ല കാര്യത്തിന് വേണ്ടി മനസ്സ് തുറന്ന് എന്നെ സഹായിക്കും. സഹോദരി സഹോദരന്മാരെ, മനസ്സ് തുറന്ന് നിങ്ങൾ സഹായിക്കണം. ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ നല്ലൊരു ഹോസ്പിറ്റൽ പണിയുവാൻ. തന്നോളൂ തന്നോളൂ, മനസ്സ് തുറന്ന് സഹായിക്കൂ. അങ്ങനെ തന്നെ. ഓഹോ, ഇങ്ങനെയായാൽ എനിക്ക് എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ പണിയാൻ കൊല്ലങ്ങളാവുമല്ലോ. മോട്ടുവിന് ഹോസ്പിറ്റൽ കെട്ടാൻ വേണ്ടി പണം ആവശ്യമുണ്ടോ? നമ്പർ 1, നമ്പർ 2, എന്റെ പ്ലാൻ ഒന്ന് കേക്കടാ. ചായക്കടക്കാരൻ ചേട്ടാ, നിങ്ങളുടെ കയ്യിലുള്ള സമോസയോ എന്താ ഉള്ള എടുത്തു, വല്ലാതെ വിശക്കുന്നുണ്ട്. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ ബാങ്കും കൊള്ളയടിച്ച് നേരെ ഇങ്ങ് വരികയാണോ? ഇല്ലില്ല, ഞങ്ങൾ ഈ മോഷണം പോലുള്ള പരിപാടിയൊക്കെ എന്നേ നിർത്തി മോട്ടു. ഞങ്ങൾ ഇപ്പൊ സമാധി ബാബയുടെ ശിഷ്യന്മാരാ. ആ ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ദേ ഇത്രയും പൈസയെ കിട്ടി. അല്ല, സമാധി ബാബയ്ക്ക് ഇതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? അതെ, അതിന് നിങ്ങൾ അവിടെ പോണം. എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ. കാട്ടിന് പുറത്ത് ഭൂമിക്കടിയിലാ സമാധി ബാബ താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃപയുണ്ടെങ്കിലേ എത്ര തല്ലുകൊള്ളുന്നുവോ അത്രയും പൈസ കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? താങ്ക് യു നമ്പർ 1, താങ്ക് യു. ഞാൻ പോവാണേ പത്ലു. പൊളിച്ചേ, സമാധി ബാബ വിജയിക്കട്ടെ. എവിടെയാണ് സമാധി ബാബ? സമാധി ബാബ, കണ്ണു തുറക്കൂ. എനിക്കൊരു നല്ലൊരു ആശുപത്രി പണിയുവാൻ ഒരുപാട് കാശിന്റെ ആവശ്യമുണ്ട്. ഓഹോ, നീ നല്ല കാര്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെട്ട് വന്നതല്ലേ? ഞാൻ നിന്റെ ആവശ്യങ്ങളൊക്കെ സഫലമാക്കാം. പോയി എല്ലാവരുടെ അടുത്തും മടി മേടിക്ക്. നീ അവരുടെ അടുത്ത് എത്രത്തോളം മടി മേടിക്കുന്നുവോ അതിന് ഈക്വൽ ആയിട്ടുള്ള അമൗണ്ട് നിനക്ക് നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് ക്രെഡിറ്റ് ആകും. നീ അടി മേടിച്ച് ചേർക്കാൻ പോകുന്ന അമൗണ്ട് ഒരു നല്ല കാര്യത്തിനാന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട്. ഫുർഫുറി നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും തല്ല് മേടിച്ചോളാം. നല്ലോണം തല്ലാൻ ബോക്സർ ചേട്ടനെ വിട്ടാ പിന്നെ ആരാ ഉള്ളത് ഇവിടെ? ബോക്സർ ചേട്ടാ വരൂ, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ഏറ്റുമുട്ടി നോക്കിയാലുണ്ടോ? ഇല്ല, ഇന്ന് എനിക്ക് വഴക്കടിക്കാനുള്ള മൂടൊന്നും ഇല്ല. ഇന്ന് ഞാൻ വ്രതത്തിലാ. എല്ലാ വർഷവും ഇതേ ദിവസം ഞാൻ ഇതുപോലെ ബോക്സിംഗിന് പൂജ ചെയ്യും. മനസ്സിലായോ? ബോക്സർ ചേട്ടാ, എന്റെ കൂടെ നിങ്ങളോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്? എന്നോട് ഞാൻ പറഞ്ഞതല്ലേ, തല്ലില്ലെന്ന് പറഞ്ഞാ തല്ലില്ല, അത്ര തന്നെ. നിങ്ങളെന്നെ തല്ലുന്നോളം വരെ ഞാൻ നിങ്ങൾ ഇതുപോലെ തല്ലിക്കൊണ്ടേയിരിക്കും. അത് ശരി, അപ്പൊ നീ കിട്ടാതെ പോകില്ല അല്ലേ? വരൂ എന്റെ കൂട്ടുകാരെ, വരൂ. തല്ല് കിട്ടിയതിനു ശേഷം കാണാൻ പറ്റലോ. മതിയായോ നിനക്ക്? ഹലോ മോട്ടു സാർ, ഞാൻ ഫുർഫുറി നഗറിന്റെ ബാങ്ക് മാനേജറാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ കുറെ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പൈസ വീണേ, പൊളിച്ചേ. ബോക്സർ ചേട്ടാ, താങ്ക് യു ബോക്സർ ചേട്ടാ. ഇത് വളരെ അതിശയമായിരിക്കുന്നല്ലോ. മോട്ടുവിന് ഇത് എന്ത് പറ്റി? തല്ലുകൊണ്ടിട്ട് താങ്ക് യു പറയുന്നോ? എനിക്ക് തോന്നുന്നത് ആ സന്യാസിയുടെ അടുത്ത് പോയതിനു ശേഷം മോട്ടുവിന് എന്തോ സംഭവിച്ചെന്നാ.
ഹലോ മോട്ടോ, വരൂ എന്നോടൊപ്പം ഇഡ്ഡലിയും ദോശയും സാമ്പാറൊക്കെ കഴിക്കാം. ചിങ്കം സാറേ, ഞാൻ നിങ്ങളടുത്ത് നിന്ന് ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ വേണ്ടിയല്ല വന്നത്, നിങ്ങളുമായിട്ട് തല്ലുകൂടാനാണ് വന്നത്. വരൂ, എന്നിട്ട് വേഗത്തിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. എന്റെ അമ്മോ, തന്നെ പോലൊരു നല്ല മനുഷ്യനോടൊപ്പം ഞാൻ എന്തിനു വെറുതെ ഫൈറ്റ് ചെയ്യണം? നിങ്ങൾ എന്നെ തല്ലിയേ പറ്റൂ. വരൂ സാറേ, എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ. വരൂ, 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 വരൂ. ഇതാണോ നിങ്ങളുടെ മീശ? തല്ലടോ, എന്നെ തല്ലടോ. നിനക്കെന്നെ തല്ലാൻ പറ്റില്ല. എന്നെ തല്ലി കാണിക്കേ. തല്ല് വരുന്നേ. തല്ല്. കടല, പഴംപൊരി, പപ്പടം, രണ്ട് അരിയുണ്ട, എന്താ പോരെ? ഇങ്ങോട്ട് വരൂന്നേ, എല്ലാവരും വരൂ. എനിക്ക് തോന്നുന്ന സന്യാസിയുടെ വാക്ക് മുഴുവനും ഇവൻ വിശ്വസിക്കാൻ തുടങ്ങി എന്നാ. മോട്ടു സർ, വീണ്ടും ഞാനാണ് ബാങ്ക് മാനേജർ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വല്ല ലോട്ടറിയും അടിച്ചിട്ടുണ്ടോ മോട്ടു സർ? നിങ്ങളുടെ അക്കൗണ്ടിൽ പെട്ടെന്ന് ഇത്രയ്ക്കും അമൗണ്ട് ക്രെഡിറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. പൊളിച്ചേ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു. സമാധി ബാബ വിജയിക്കട്ടെ. കണ്ടോ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന ഐഡിയയുടെ ഫലം കണ്ടോ? ഞാനാണ് സമാധി ബാബ എന്ന് പറഞ്ഞ് മോട്ടുവിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും അടി മേടിച്ചാൽ നല്ല കാര്യത്തിന് വേണ്ടി പൈസ കിട്ടും എന്ന് പറഞ്ഞ് അവനെ ഒരു ഭ്രാന്തനായി മാറ്റി. അങ്ങനെയാണോ കാര്യം? അപ്പൊ ആ സന്യാസി ജോൺ ആണല്ലേ? മോട്ടുവിന് അധ്വാനിക്കാതെ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ക്ലാസ് എടുക്കുകയാണല്ലേ? ഞാനാണ് ബാബ സംസാരിക്കുന്നത്. എന്റെ ശക്തി മൂലം നീ മേടിക്കുന്ന അടിയൊക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാനിപ്പോ നിനക്ക് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള കാര്യം പറഞ്ഞു തരാം. നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ ആരെ കൂടുതൽ തല്ലിയിട്ടുണ്ടോ അവരെ പോയി വീണ്ടും തല്ലണം. അപ്പോൾ നിനക്ക് കുറെ പൈസ കിട്ടും. പോ, വേഗം പോ. എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാകും. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആരെയാണ് തല്ലിയത്? അതെ, ഓർമ്മ വന്നു. ജോൺ ദ ഡോൺ ആണ്. ബാബ, ഞാൻ ഇതുവരെയായിട്ട് ഒരു മനുഷ്യനെ മാത്രമേ ഓടിച്ചിട്ട് തല്ലിയിട്ടുള്ളൂ. ജോൺ ദ ഡോൺ. ഞാൻ അവനിട്ടും ശരിക്കും ഇടി കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ശരി, നീ വേഗം പോയി അവനെ തല്ല്, നല്ലോണം തല്ല്. നീ തല്ലുമ്പോൾ ബാങ്ക് മാനേജറായിട്ട് വന്ന് നിന്റെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയി എന്ന് പറയുന്നത് വരയ്ക്കും നീ അവനെ തല്ലണം. തല്ലിക്കൊണ്ടേയിരിക്കണം. അടിക്കുന്നത് മാത്രം നിർത്താനേ പാടില്ല. തീർച്ചയായിട്ടും ബാബ, തീർച്ചയായിട്ടും ബാബ. ഞാൻ തല്ലു മേടിക്കാൻ പോവാ. വിജയിക്കട്ടെ ബാബാജി, വിജയിക്കട്ടെ. ജോണാകാൻ പോകുന്നു ഡോൺ. കണ്ടോടാ, എന്റെ ചെകുത്താൻ ബുദ്ധിയിൽ വന്ന ഐഡിയയെ. മോട്ടു എപ്പോഴും എന്നെ തല്ലി തരിപ്പണമാക്കിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ അവന് തിരിച്ചു തരാനുള്ള സമയമായിരിക്കുന്നടാ. ജോൺ, വീണ്ടും എനിക്ക് നിന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഒരു പ്രാവശ്യം നീ ആശുപത്രി പണിയുവാൻ 100-ന്റെ നോട്ടുകളാണ് തന്നത്. പക്ഷെ ഇന്ന് ആ സമാധി ബാബ പറഞ്ഞത് ഞാൻ നിന്നെ എന്തുമാത്രം തല്ലുന്നുവോ അത്രയ്ക്ക് തന്നെ കാശും എന്റെ അക്കൗണ്ടിൽ വന്ന് വീഴുമത്രേ. ബാങ്ക് മാനേജർ ബാങ്കിൽ സ്ഥലമില്ലെന്ന് പറയുന്നോടും വരെ ഞാൻ തല്ലിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇതിനൊക്കെ വേണ്ടി നീ എന്നോട് ദേഷ്യപ്പെടരുത്, കേട്ടോ ജോണേ? ഓഹോ, ഇങ്ങനെ ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? സമാധി ബാബയോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ജോണേ, ഞാൻ നിനക്കെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാംന്നേ. നമ്പർ 1, നീ സമാധി ബാബയെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോഴല്ലേ എന്റെ ജീവിതം തന്നെ മാറിയത്. വരൂ. അയ്യോ മോട്ടു, എന്നെ എന്തിനാണ് നീ എത്ര തല്ലണം? എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ തല്ലും. പത്തിലു, ബാങ്ക് മാനേജറുടെ ഫോൺ വന്ന് എന്നോട് പറയണേ.
നിർത്ത് മോട്ടു നിർത്ത്. എന്നെ എന്തിനാണ് ഇങ്ങനെ അടിച്ച് തിരുമ്പുന്നത്? നിനക്ക് ഏത് ബാങ്ക് മാനേജറുടെ ഫോണും വരാൻ പോകുന്നില്ല മോട്ടു. ആ മാനേജറും ശരി, സമാധി ബാബയും ശരി, രണ്ടും ഞാനാണ്. ജോണെ, കള്ളം പറയരുത്. കാശ് വരുന്നത് വരെ ഞാൻ നിന്നെ തല്ലും. മോട്ടു, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. ദേ കണ്ടോ, ആ ബാബയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്റെ അടുത്ത് തന്നെ ഉള്ളത്. കണ്ടോ നീ? ഇത് ബാബ യൂസ് ചെയ്ത ഡ്രസ്, ഇത് ബാബ യൂസ് ചെയ്ത കിണ്ടി. കണ്ടോ? എന്ന് വെച്ചാ നീ ആയിരുന്നോ ആ സമാധി ബാബ? ഞാൻ തന്നെയാ. പക്ഷെ നീ പറയുന്നതുകൊണ്ട് ഞാൻ അനുസരിക്കാം. പക്ഷെ ഞങ്ങൾ ഈ ആശുപത്രിക്ക് വേണ്ടി ജനങ്ങളെടുത്തു നിന്നും ഡൊണേഷൻ വാങ്ങണം. ഇപ്പൊ തൊട്ട് ആ ജോലിക്ക് വേണ്ടി നീ ഞങ്ങളുടെ കൂടെ ചേരണം ജോണേ. Watch India's largest kids library only on Geo Hotstar. Download the app now.